കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു ചെറിയ സവാള, വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി മതിയാവും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്. ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാലക്കാണ്. അപ്പോൾ ഒരു ചെറിയ കെട്ട് പാലക്ക എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പാലക്കൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ പാലക്ക അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പാലക്കിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വറ്റി ഇതുപോലെ പാലക്കൊന്ന് വാടി കിട്ടും. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി വന്നപ്പോൾ പാലക്കും നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ആംചൂർ പൗഡർ. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതാണ്. കടയിലൊക്കെ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞ് മേടിക്കാനായിട്ട് കിട്ടും. 1/2 ടീസ്പൂൺ അയമോദകം കൂടി കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി ഈ പൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി എടുത്ത് വെച്ച സവാളയും ഇഞ്ചിയും വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും മിക്സിയിൽ അടിച്ചു വെച്ച പാലക്കും കൂടി ഈ പൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഗോതമ്പ് പൊടിയും കൂടി ആദ്യം തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇലക്കറികളൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഈ പരുവമൊക്കെ ആകുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നെയ്യ് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ മാവൊന്ന് സോഫ്റ്റായി കിട്ടാനും ടേസ്റ്റിനും നല്ലതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തണ പോലെ ചെറിയ ബോളുകളാക്കി അത് പൊടിയിൽ മുക്കി ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ പരത്തരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടി കുറഞ്ഞും പോകരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തി ചുടണ പോലെ നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ഇട്ട് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുമ്പോൾ പാനിന് നല്ല ചൂടുണ്ടെങ്കിലാണ് നന്നായിട്ട് കിട്ടുക. ഇതിൻ്റെ അടിഭാഗം ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നാലാണ് സൈഡൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഏകദേശം 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട ശേഷം കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതൊന്ന് പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 1-2 തവണ തിരിച്ച് മറച്ചിട്ട് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം. ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഇത് പൊങ്ങി വരാനായിട്ട് സഹായിക്കും. തീ കൂട്ടിയും കുറച്ചും ഇട്ടിട്ട് പാനിൻ്റെ ചൂടൊന്ന് കറക്റ്റാക്കി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് കൂടിപ്പോയാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കണം. താങ്ക്